ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന അനുഗ്രഹം പ്രാപിക്കാം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ തലത്തിൽ വ്യക്തികളെ വീഴ്ത്തുവാൻ കാരണമാകുന്ന 3 പാപമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇന്ന് വ്യക്തികളെ പാപത്തിലേക്ക് കൊണ്ട് വീഴ്ത്തുവാൻ ഈ 3 പാപങ്ങൾ കാരണമാകുന്നുണ്ട്. അടുത്ത നാളിൽ 15 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യനെയും കൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ വന്നു. അവന് പഠിക്കുന്ന പഠനത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാൾ ഉപരി ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ അവന് വല്ലാത്ത അസ്വസ്ഥതയാണ്, വയറുവേദന എടുക്കും, ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള അവസ്ഥയായി. ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ കയറി പറ്റുവാനായിട്ട് തുടങ്ങി. ഈ അവസ്ഥയിലാണ് അവനെ വീട്ടുകാർ കൗൺസിലിങ്ങിനെന്നും പറഞ്ഞ് ഒരു വൈദികൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. വൈദികൻ അവനെ ഇരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിലെ ചില കുറവുകൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇവൻ വീട്ടുകാരൊന്നും അറിയാതെ പുകവലിക്കും, കൂട്ടുകാരുടെ കൂടെ കറങ്ങും, അതോടൊപ്പം തന്നെ ചില ബ്ലൂ ഫിലിമുകളൊക്കെ കാണും. അതിനേക്കാളുപരി 1-2 തവണ മദ്യപിക്കാനും ഇടയായി. ഇതൊന്നും വീട്ടുകാർക്കറിയില്ല. വീട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് ഈ അസുഖം എന്താണ് പ്രശ്നം, പഠിക്കാനിപ്പോൾ ഭയങ്കര മടിയാണ്, പഠനത്തോട് വലിയ താല്പര്യമില്ല, ആദ്യമൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു, ഇപ്പോൾ മാർക്ക് കുറഞ്ഞു വരുന്നു, പഠനത്തോട് അവന് താല്പര്യമില്ല, ഇപ്പോൾ പഠിക്കേണ്ട എന്നുള്ള ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ അവനറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠനത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അവന് പെട്ടെന്ന് ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. കൂടുതൽ സമയം കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനാണ് അവന് താല്പര്യം. പ്രിയമുള്ളവരെ, അവൻ്റെ പിന്നിലെ ഈ പാപം, അവനറിയാതെ ഈ തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ, അതിനവസരം അവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലെ നന്മകൾ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. പാപം ചെയ്യുമ്പോൾ, പാപത്തിൻ്റെ തിന്മകളിൽ വ്യക്തി അടിമപ്പെടുമ്പോൾ അവന് നഷ്ടമാകുന്ന വലിയ വലിയ നന്മകൾ അവൻ തിരിച്ചറിയുന്നില്ല. അപ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന നഷ്ടം അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ ആ പാപത്തിൽ വീഴാതിരിക്കുവാൻ അവൻ ജാഗ്രത കാണിക്കും. പാപത്തിൽ വീഴാതിരിക്കുവാൻ അവനൊരു താല്പര്യമുണ്ടാകും. കാരണം എന്താണ്? ഈ ചെറിയ നേരത്തെ പാപം അവൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ വലിയ നഷ്ടങ്ങൾ. യൂതിത്തിൻ്റെ പുസ്തകത്തിലെ 11-ാം അധ്യായം 10-ാം തിരുവചനം ഇപ്രകാരമാണ്: അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ തങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ ഇരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. മനോഹരമായൊരു വചനമാണ്. പാപം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെടാനും മറ്റുള്ളവരുടെ തിന്മകൾക്ക് നമ്മൾ അടിമപ്പെടാനും ഈ സാധ്യതയുണ്ട്. പാപം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ പരാജയവും തകർച്ചകളും കടന്നു വരൂ. അതല്ലെങ്കിൽ പാപം ചെയ്യാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ, പ്രതിസന്ധി വന്നാലും അവനതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ പാപം ചെയ്യുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അവന് നഷ്ടപ്പെടും. അതുമൂലം അവനെ തകർക്കാൻ എളുപ്പമാണ്. പിശാചിൻ്റെ തിന്മയുടെ ശക്തികൾക്ക് വ്യക്തികളെ തകർക്കാൻ എളുപ്പമാണ് ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഈ വചനഭാഗത്ത് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും യൂതിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11 വചനം ഇപ്രകാരമാണ്: തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി, പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പാപം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈ തിരുവചനത്തിലൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പാപം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവാനുഗ്രഹങ്ങളും ദൈവിക ശക്തിയും നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പാപത്തിൽ വീഴാനായിട്ട് നമ്മൾ തയ്യാറാവുകയില്ല. ഒന്നാമത് തിരിച്ചറിയണം, പാപം ചെയ്യാതിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും. ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. ഈ 15 വയസ്സുള്ള ഈ പയ്യൻ്റെ കാര്യം, ഈ ചെക്കൻ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ചില പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എടുത്തു വെച്ചപ്പോഴാണ് അവന് പരാജയം സംഭവിച്ചത്. പഠനത്തിൽ അവന് പരാജയമുണ്ടായി. അതുപോലെ തന്നെ പലതരത്തിൽ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും പരാജയത്തിൻ്റെ തകർച്ചയുടെ അനുഭവം ഈ ചെക്കൻ്റെ ജീവിതത്തിൽ വരാൻ കാരണമായത് മറ്റൊന്നുമല്ല, അവൻ്റെ ഉള്ളിൽ പാപമിരുന്നു. അവൻ നൈമിഷിക സുഖങ്ങളുടെ പാപങ്ങൾ അവൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു. തന്മൂലം അവൻ്റെ ജീവിതത്തിൽ പരാജയം അടിക്കടി ഇങ്ങനെ വരാൻ തുടങ്ങി. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാപത്തെ വെറുത്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്ക് അഭിവൃദ്ധി ഉണ്ടായിരിക്കും. പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതം ഒന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നന്നാണ്. ജോസഫ് പാപം ചെയ്യുന്നതിൽ അവൻ പാപം ചെയ്യാനായിട്ട് അവൻ ജീവിതം വിട്ടുകൊടുത്തില്ല. എപ്പോഴും നന്മയാണ് ജോസഫ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു വെറുപ്പ് പോലും അത് പാപത്തിൻ്റെ പരിണിത ഫലം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പൂർവ്വപിതാവ് ജോസഫ് ആരെയും വെറുത്തില്ല. ഒരു വെറുപ്പ് പോലും ഉള്ളിൽ കൊണ്ടു നടക്കാതെ പൂർവ്വപിതാവായ ജോസഫ് ദൈവത്തോടൊത്ത് ജീവിച്ചപ്പോൾ ജോസഫ് കടന്നുപോയ എല്ലാ വഴികളിലും വിജയമുണ്ടായി. ജോസഫിനെ തകർക്കാൻ പിശാച് തന്ത്രപൂർവ്വം പല രീതിയിൽ ജോസഫിനെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൂർവ്വപിതാവായ ജോസഫിന് പുതിയ ദർശനങ്ങൾ കിട്ടിയപ്പോൾ, സ്വപ്നങ്ങൾ കിട്ടിയപ്പോൾ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം വെറുക്കാൻ തുടങ്ങി. സഹോദരങ്ങൾ കളിയാക്കാൻ തുടങ്ങി. സഹോദരങ്ങൾ ജോസഫിനോട് സംസാരിക്കാൻ പോലും മടിച്ചു എന്നാണ് പറയുന്നത്. ഇത്രമാത്രം ആരെയും ദ്രോഹിക്കാതെ സഹോദരങ്ങൾക്കെതിരെ ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും ജോസഫിനെ സഹോദരങ്ങൾ വെറുത്തപ്പോൾ ജോസഫ് സഹോദരങ്ങളെ വെറുത്തില്ല. ജോസഫിൻ്റെ ഉള്ളിൽ സഹോദരങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടെന്നാണ് ജോസഫിന് പരാജയം ഉണ്ടായില്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. നമ്മളത് വചനഭാഗം ഒന്ന് ധ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ മനോഹരമായി നമുക്ക് ജോസഫിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. യാക്കോബ് തൻ്റെ മറ്റു മക്കളേക്കാൾ ജോസഫിനെ സ്നേഹിച്ചു. കാരണം എന്താണ്? വാർദ്ധക്യത്തിൽ കിട്ടിയ മകനാണ്. ഏറ്റവും ഇളയ മകനായത് വാർദ്ധക്യത്തിൽ കിട്ടിയ മകനായതുകൊണ്ട് ജോസഫിനോട് വളരെ സ്നേഹമായിരുന്നു യാക്കോബിനോട്. ഈ സ്നേഹം തന്നെ കൂടെയുള്ള സഹോദരങ്ങൾ ജോസഫിനെ വെറുക്കാനും കുറ്റപ്പെടുത്താനും പഴി പറയാനും ഒക്കെ ഇടയായി. മറ്റു സഹോദരന്മാർ അവനെ വെറുത്തു. വചനം പറയുകയാണ്, അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് സൗമ്യതയോടെ സംസാരിക്കുമ്പോഴും സഹോദരങ്ങൾ എടുത്തു കയറി അടിക്കുന്ന സ്വഭാവത്തിലാണ് ജോസഫിനോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജോസഫ് പാപം ചെയ്തില്ല. വെറുപ്പ് വെച്ച് വൈരാഗ്യം വെച്ച് എതിർത്ത് നിന്ന് പാപം ചെയ്യുവാൻ ജോസഫ് തയ്യാറാകാത്തത് കൊണ്ട് ജോസഫിന് പോയ സ്ഥലങ്ങളിലെല്ലാം വിജയമായിരുന്നു. ജോസഫിന് എപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാം അധ്യായം 12 നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ശെക്കേമിലേക്ക് പോയി. അപ്പോൾ ഈ സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കാൻ ശെക്കേമിലേക്ക് പോയപ്പോൾ യാക്കോബ് ഈ ജോസഫിനോട് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ട് സഹോദരങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഇവരുടെ ക്ഷേമാന്വേഷണം അന്വേഷിക്കുവാനുമായിട്ട് ജോസഫിനോട് പറയുകയാണ്. ജോസഫ് അത് ചെയ്യുകയാണ്. കാരണം എന്താണ്? ഉള്ളിൽ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ജോസഫ് പറഞ്ഞതിനെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എന്നെ കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു, എനിക്കെതിരെ എപ്പോഴും ദുഷിച്ച് സംസാരിക്കുന്ന ഈ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ പോകില്ല അപ്പ എന്ന് ജോസഫ് യാക്കോബിനോട് പറയുമായിരുന്നു. പക്ഷേ ജോസഫിൻ്റെ ഉള്ളിൽ പാപമില്ലാതിരുന്നത് കൊണ്ട്, വെറുപ്പില്ലാതിരുന്നത് കൊണ്ട്, അസൂയയില്ലാതിരുന്നത് കൊണ്ട് ജോസഫ് അപ്പം പറഞ്ഞ പ്രകാരം ഈ ശെക്കേമിൽ ചെല്ലുകയാണ് ഈ സഹോദരങ്ങളെ കാണാനായിട്ട്. ശെക്കേമിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് സഹോദരങ്ങൾ ആടുകളെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയെന്ന് അവിടെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, നീ എന്താണ് അന്വേഷിക്കുന്നതെന്ന് ജോസഫിനോട് ചോദിച്ചപ്പോൾ, എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. കാരണം സഹോദരന്മാരുടെ സ്വഭാവം നമ്മൾ അറിയണം, കുറ്റപ്പെടുത്തൽ, പഴിപറയൽ, വഴക്കിടൽ. പക്ഷെ ജോസഫ് അതൊന്നും ഉള്ളിൽ വച്ചില്ല. പാപം അവൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ ജോസഫ് അനുവദിച്ചില്ല. ജോസഫ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജോസഫിൻ്റെ അവസ്ഥ. ജോസഫിനെ ഇവർ പൊട്ടക്കിണറ്റിലെടുത്തിട്ടു, അതുപോലെ ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റു. ജോസഫ് എന്നിട്ടും പാപം ചെയ്തില്ല. കാരണം ഈ പൊട്ടക്കിണറ്റിൽ സഹോദരങ്ങൾ എടുത്തിട്ടപ്പോഴും ജോസഫ് അവരെക്കുറിച്ച് പഴിയോ കുറ്റപ്പെടുത്തലോ ഒന്നും പറയാത്തത് കൊണ്ട് ജോസഫിനെ ദൈവം നേരെ ഈജിപ്തിലെത്തിക്കുക. ഈജിപ്തിലെത്തി കഴിയുമ്പോൾ എന്താണ്? പൊത്തീഫർ ജോസഫിനെ വാങ്ങുകയാണ്. പൊത്തീഫർ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പൊത്തീഫറിൻ്റെ വിശ്വസ്തനായിട്ട് ജോസഫ് മാറുകയാണ്.
ജോസഫ് എന്നിട്ടും പിശാച് എപ്പോഴും പാപം ചെയ്ത് ദൈവിക പദ്ധതി തകിടമറിക്കാനായിട്ടാണ് പിശാച് തന്ത്രപൂർവ്വം ഇടപെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രചോദനം അല്ലെങ്കിൽ പാപത്തിൻ്റെ നൈമിഷ സുഖങ്ങൾ പിശാച് കാണിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തകർക്കണം. ജോസഫിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാവുക. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ദൈവിക പദ്ധതി തകർക്കാനായിട്ട് പിശാച് പാപത്തിലൂടെ സഹോദരങ്ങളിലൂടെ അടുത്തേക്ക് ആദ്യം വരികയാണ്. എപ്പോഴും കുറ്റപ്പറച്ചിൽ പഴി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ ജോസഫിനെ കൊണ്ട് പാപം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ജോസഫ് അവിടെ പാപം ചെയ്തില്ല. വീണ്ടും പൊത്തീഫറിൻ്റെ ഭവനത്തിലെത്തി കഴിയുമ്പോൾ പിശാച് തന്ത്രപൂർവ്വം പൊത്തീഫറിൻ്റെ ഭാര്യയിലൂടെ ജോസഫിനെ പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷേ ജോസഫ് എന്താ ചെയ്യുന്നത്? ആ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ആ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ദൈവം ഈ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും ജോസഫിൻ്റെ കൂടെ ആയിരുന്നു. പാപം ചെയ്യാത്ത അവസ്ഥകളിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ തിന്മകളെ തകർക്കും. അത് ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിന് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ് പൊത്തീഫറിൻ്റെ അടുത്ത്. പാപം ചെയ്യാതിരുന്നിട്ടും പൊത്തീഫറിൻ്റെ ഭാര്യ തന്ത്രപൂർവ്വം ജോസഫിനെ തകർക്കാനായിട്ട് പൊത്തീഫറിനോട് പറയുകയാണ്, എന്നോട് പാപം ചെയ്യാനായിട്ട് ജോസഫ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് പൊത്തീഫറിൻ്റെ ഭാര്യ തന്ത്രപൂർവ്വം ജോസഫിനെ കുരുക്കാൻ ശ്രമിക്കുമ്പോൾ ജോസഫ് എന്നിട്ടും പൊത്തീഫറിൻ്റെ മുമ്പിൽ പൊത്തീഫറിൻ്റെ ഭാര്യയ്ക്കെതിരെ കുറ്റം പറയുന്നില്ല. വേണമെങ്കിൽ ജോസഫിനെ പൊത്തീഫറിൻ്റെ അടുത്ത് പറയാം, ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഭാര്യയാണ് പാപം ചെയ്യാൻ എന്നെ നിർബന്ധിച്ചതെന്ന് ജോസഫ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടാകും. പൊത്തീഫറും ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാകും. അവസാനം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ജോസഫ് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദനായി നിന്ന് പാപം ചെയ്യാതെ ജോസഫ് നിലപാടെടുത്തു. വീണ്ടും കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ജോസഫിൻ്റെ പദ്ധതികൾ പിശാച് തകർക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടും ജോസഫ് പാപം ചെയ്യുന്നില്ല. ഈജിപ്തിലെ പ്രധാനമന്ത്രിയുടെ തലത്തിൽ ജോസഫ് എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജോസഫിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന വഴികളിൽ നീ പാപം ചെയ്യാതെ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അസൂയ, സ്വാർത്ഥ മനോഭാവങ്ങളില്ലാതെ മറ്റുള്ളവർക്ക് നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോടെ നീ വിശുദ്ധിയുടെ ജീവിതം നയിച്ചാൽ ദൈവം നിൻ്റെ കൂടെ നിന്ന് ദൈവം നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കും. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ തിരിച്ചറിയണം, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും. ദൈവിക പദ്ധതി നമ്മൾ തന്നെ തകർക്കും. പാപം ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കും. രണ്ടാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ കാണേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ആഖാൻ്റെ ജീവിതം. ഇസ്രായേൽ ജനം ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാൻ വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിലെ ഒരുവൻ ആഖാൻ ജെറീക്കോ കോട്ട കീഴടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദൈവം പറഞ്ഞത് അത് വിരുദ്ധമായിട്ട് ചെയ്തു. ജെറീക്കോ കോട്ട കീഴടക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആഖാൻ ദൈവകൽപ്പന ലംഘിച്ച് ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം പരാജയത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. ഈ പട്ടണം കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ തോറ്റു തുന്നം പാടി. പാപം ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ ഒന്നടിക്കടി വരും. പഠിക്കുന്ന മക്കൾ പാപം ചെയ്യുന്നത് ബ്ലൂ ഫിലിം കാണുന്നവരാകാം, ഇൻ്റർനെറ്റ് ആവശ്യമില്ലാതെ മൊബൈൽ ഫോൺ ദുരുപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പരാജയം വിളിച്ചു വരുത്തുകയാണ്. പഠനങ്ങളിൽ പരാജയം സംഭവിക്കുകയാണ്. ജീവിതത്തിലെ പല മേഖലകളിൽ അവർ പരാജയപ്പെടാൻ കാരണം അവരുടെ ജീവിതത്തിൽ അവർ പാപവുമായിട്ടുള്ള ഒരു മൈത്രി നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 സാമുവേൽ 16-14 മറ്റൊരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സാവൂൾ ദാവീദിനോട് അസൂയ വെച്ചുകൊണ്ട് ദാവീദിനെ തകർക്കണമെന്നുള്ള ചിന്ത സാവൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ സാവൂളിന് സംഭവിച്ചെന്താണ്? പരിശുദ്ധാത്മാവ് സാവൂളിൽ നിന്ന് വിട്ടുപോയി ദുരാത്മാവ് ഉള്ളിൽ കയറും. പാപം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർജീവമാക്കാനും പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറഞ്ഞ് തിന്മയുടെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കാനും ഒരു വ്യക്തി ഇടയാകും പാപം ചെയ്യുമ്പോൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20 സാംസനെക്കുറിച്ച് പറയുന്നുണ്ട്.
സാംസൺ ദൈവിക ശക്തിയാൽ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിനെതിരായി തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ദലീലയുമായിട്ട് പാപം ചെയ്യാനായിട്ട് സാംസൺ ഇടയായപ്പോൾ സാംസൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയാണ്. അത് ഈ സാംസന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൻ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു എന്നറിയാത്ത രീതിയിൽ സാംസൺ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 16:20 അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പാപത്തിൻ്റെ പിടിയിൽ അമർന്ന വ്യക്തിയാണെങ്കിൽ, പാപത്തിൽ ആയിരിക്കുന്ന വ്യക്തി, അവൻ ആ പരീക്ഷകളെ, ആ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയാതെ അവൻ കീഴ്പ്പെടാനായിട്ടിടയാകും. പാപം നമ്മുടെ ജീവിതത്തിൽ, പാപത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നഷ്ടപ്പെടും. മറ്റൊന്ന്, പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ശരീരം പോലും രോഗാവസ്ഥയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പല രോഗങ്ങളും ഇന്ന് പറയുന്നത്, ഇന്ന് ഈ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് പോലും രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ചില രോഗങ്ങൾ നമുക്കറിയാം, ചില രോഗങ്ങൾ പാപത്തിൻ്റേതായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 107 സങ്കീർത്തനം 17 തിരുവചനം, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അപ്പോൾ പാപകരമായ മാർഗങ്ങൾ പിന്തുടരുമ്പോൾ നമ്മൾ രോഗികളായി തീർന്ന് അകൃത്യങ്ങളാൽ ദുരിതാവസ്ഥയിലേക്ക് ചെന്ന് വീഴും. പാപം ചെയ്യുമ്പോൾ പലരും പറയും, പാപം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഏതൊരു പാപത്തിനും അതിൻ്റേതായിട്ടുള്ള പരിണിത ഫലം ആ വ്യക്തിയുടെ ശരീരത്തിലും അവൻ്റെ ജീവിതത്തിലും അനുഭവിക്കാനായിട്ട് ഇടവരും. അത് വരാതിരിക്കണമെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. ഏതെങ്കിലും ഒരു പാപം അവൻ്റെ ജീവിതത്തിൽ വന്നാൽ ഉടനെ തന്നെ നല്ലൊരു കൊമ്പസാരം നടത്തി ആ പാപത്തെ ജീവിതത്തിൽ നിന്ന് തള്ളി മാറ്റുവാനായിട്ട്, ആ പാപത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് നിർജീവമാക്കുവാനായിട്ട് വ്യക്തി പരിശ്രമിക്കണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 11:30 വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. കാരണം എന്താണ്? പാപം ചെയ്ത് ജീവിച്ചാൽ നമ്മൾ പലരും രോഗികളായിത്തീരും, ദുർബലരായിത്തീരും, പെട്ടെന്ന് മരണത്തിലേക്ക് ചെന്ന് വീഴും. ഇന്ന് പല തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ പ്രിയമുള്ളവരെ പിശാചിൻ്റെ പാപത്തിൻ്റെ തന്ത്രത്തിലൂടെ കടന്നു വരുന്ന മരണങ്ങളും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വ്യക്തി വിചാരിക്കും ഒരു കുഴപ്പമില്ല, ദൈവത്തെ ധിക്കരിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പാപം ചെയ്ത് ഈ ലോകത്തിലെ സുഖങ്ങളിൽ ജീവിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന വ്യക്തി അറിയുന്നില്ല, അവൻ പെട്ടെന്ന് രോഗിയായിത്തീരും, അതിനേക്കാളുപരി ദുർബലനായിത്തീരും, പെട്ടെന്ന് മരണത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കും. ഉൽപ്പത്തി പുസ്തകം 4:7 വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ദൈവം കായലിനോട് പറയുന്നൊരു വചനമാണ്. പാപം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പാപം ചെയ്യാൻ നമ്മളിങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാപം ചെയ്യാനായിട്ട് പാപത്തിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. പാപം എപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഒരു മുറിയിൽ കയറി ഒരു മൊബൈൽ ഫോണുമായിട്ട് കയറിയിരുന്നാൽ പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ കിട്ടും. അത്രമാത്രം തിന്മ, പാപം ഇന്ന് നമ്മുടെ പടിവാതിൽക്കൽ തന്നെ എത്തിയിരിക്കുകയാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം കായലിനോട് പറഞ്ഞ വചനം ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, ചുറ്റുപാടുകളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ വ്യക്തി പാവമൊന്നും ചെയ്യുന്നില്ല എന്ന്, പുറമേ കാണുമ്പോൾ വിചാരിക്കും അവൻ എല്ലാം ഡീസൻ്റ് ആണെന്ന്. പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തിലൂടെ ഏത് തിന്മകളും പാവങ്ങളും അവൻ്റെ ജീവിതത്തിൽ കയറ്റി വയ്ക്കുവാനായിട്ട് സാധിക്കും. അത്രമാത്രം തിന്മ ഇന്ന് പല രീതിയിൽ പിശാച് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. പാവം എപ്പോഴും നമ്മുടെ പടിവാതിൽക്കലുണ്ട്. അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് വ്യക്തി തയ്യാറായില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയമുണ്ടാകും. നമ്മൾ പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ളവരാൽ നമ്മൾ പരാജയത്തിലേക്ക് അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പത്രോസ്ലിയുടെ 1 ലേഖനം 5 8 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ എതിർത്ത് നിൽക്കണം, പിശാചിനെ എതിർത്ത് നിൽക്കണം. ഒരു പ്രലോഭനം, ഒരു പാപം ചെയ്യുവാനായിട്ട് ഒരു പ്രലോഭനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കഴിയണം. അതല്ലാതെ നമ്മുടെ കണ്ണിനെയും കാതിനെയും നമ്മുടെ സംസാരത്തെയും
നമ്മുടെ സ്പർശനത്തെയും ഒക്കെ പാപത്തിന് വിട്ടുകൊടുത്താൽ പ്രിയമുള്ളവരെ തിരിച്ചറിയണം, നമ്മൾ പരാജയത്തിലേക്ക് ചെന്ന് വീഴും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 29 വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല പദ്ധതിയല്ല അത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഓരോ മനുഷ്യനെക്കുറിച്ചും വളരെ മനോഹരമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് പിശാചിൻ്റെ പദ്ധതി. പിശാചിനൊരു പദ്ധതിയുണ്ട്. എന്താണ്? ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള മനോഹരമായ പദ്ധതിയെ എങ്ങനെയെങ്കിലും തകർക്കുക. അതിനുവേണ്ടി പിശാച് പാപത്തിൻ്റെ നൈമിഷിക ചിന്തകൾ, സുഖങ്ങൾ, പാപത്തിൻ്റെ മോഹമായ മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാനായിട്ട് അവനിങ്ങനെ പതറി നടക്കും. പിശാചിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ നമ്മളെ ഇങ്ങനെ ഈ പാപത്തിൽ പിടിച്ചു വീഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ നിന്ന് ആ തിന്മകളെ തകർക്കണമെങ്കിൽ പാപം ചെയ്യാൻ നമ്മൾ താല്പര്യമെടുക്കരുത്, പാപത്തിന് നമ്മൾ അവസരം കൊടുക്കരുത്. പൂർവ്വപിതാവായ ജോസഫിൻ്റെ മനോഭാവം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ തന്ന് പാപത്തിൽ വീഴ്ത്താൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അത് പിശാചിൻ്റെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. അതല്ലാതെ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ അവനോട് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നോട് ഇങ്ങനെ വിഷമിപ്പിച്ചില്ലേ, എൻ്റെ കൂട്ടുകാരിങ്ങനെ പ്രശ്നങ്ങൾ വരുത്തിയില്ലേ, അതുകൊണ്ട് അവരോട് ഞാനും ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ നിലപാടെടുത്താൽ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകും. പൂർവ്വപിതാവായ ജോസഫ്, സഹോദരങ്ങളെല്ലാം ജോസഫിനെ കുറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്തിട്ടും ജോസഫ് അവരെ വെറുത്തില്ല, അവരെ കുറ്റപ്പെടുത്തിയില്ല. അതുകൊണ്ട് ദൈവം ജോസഫിൻ്റെ കൂടെ നിന്നു. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങളുണ്ടാകും. പക്ഷേ അതിന് കാരണമാകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞാൽ ആ പാപം നമ്മുടെ ജീവിതത്തിൽ കയറിപ്പറ്റും. ഇതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. കാരണം പാപ സാഹചര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും കുറ്റപ്പെടുത്താനായിട്ട് പിശാച് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവരെ വെറുത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ ആ പാപം നമ്മുടെ ഉള്ളിൽ കയറിപ്പറ്റും. ജോസഫ് തരുന്ന ജോസഫിൻ്റെ ജീവിതത്തിലെ ആ നിലപാട് നമുക്കൊരു വലിയൊരു പ്രചോദനവും ഉൾക്കാഴ്ചയും തരുന്നുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യാനായിട്ട് നിർബന്ധിച്ചപ്പോൾ ജോസഫ് അത് ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാനോ, പൊത്തിഫറിൻ്റെ ഭാര്യയോട് പറഞ്ഞ് തൻ്റെ ന്യായീകരണം, താൻ ഒരു കുഴപ്പമില്ല, ഞാൻ നീതിമാനാണ്, ഞാൻ പാപം ചെയ്യാത്ത വ്യക്തിയാണ്, അവരെന്നെ പാപം ചെയ്യാനായിട്ട് നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പറഞ്ഞു നടക്കാനായിട്ട് ജോസഫ് തയ്യാറായില്ല. അതുകൊണ്ടെന്താണ്? ദൈവം ജോസഫിൻ്റെ കൂടെ നിന്നു. ജീവിത അവസാനം വരെ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ജോസഫിന് സാധിച്ചു. ദൈവത്തിന് ജോസഫിനെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിച്ചു. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക പദ്ധതി തകിടം മറിക്കാനും പാപത്തിൽ അടിമപ്പെടാനും കാരണമാകുന്ന എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ ഇങ്ങനെ പറയും. അവൻ എന്നെ പ്രലോഭിപ്പിച്ചു, അവൻ ഇങ്ങനെ എന്നോട് പാപം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു, അവനാണ് എൻ്റെ പാപം ചെയ്യാനായിട്ട്, പാപത്തിൽ വീഴാനായിട്ട് എന്നെ കാരണമാക്കിയത്, അല്ലെങ്കിൽ ഇന്ന പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി എന്നോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിശാചിൻ്റെ തന്ത്രമാണ്. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടന്നാൽ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, നമ്മളറിയാതെ ആ പാപം നമ്മളെ കീഴ്പ്പെടുത്താൻ, മറ്റു ഏതെങ്കിലും തലങ്ങളിൽ ഈ പാപത്തിൻ്റെ തിന്മയിൽ ചെന്ന് വീഴാൻ അത് കാരണമാകും. അവിടെ ജോസഫിൻ്റെ നിലപാടെടുക്കണം. എല്ലാം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്, സത്യമറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപത്തിന് കൂട്ടുനിൽക്കില്ല. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ പിശാചിൻ്റെ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ദൈവിക പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ദൈവിക പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും. നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ അടിമപ്പെട്ട് പരാജയപ്പെടാതിരിക്കുവാൻ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞങ്ങളിൽ പൂർത്തീകരിക്കുവാൻ തക്കവിധം പാപത്തെ എതിർത്ത് നിൽക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ജോസഫിൻ്റെ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലും നിലനിർത്തി ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച് വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.